ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ സാറ്റിൻ റിബൺ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള സാറ്റിൻ റിബൺ എടുക്കാം. നല്ല വീതി കൂടിയ സാറ്റിൻ റിബൺ എടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ 3.5 സെൻറ്റിമീറ്റർ വീതിയുള്ള സാറ്റിൻ റിബൺ ആണ്. നമ്മളിനി ഇത് കട്ട് ചെയ്തെടുക്കണം. 4 എണ്ണമാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഏറ്റവും വലുത്, പിന്നെ 2 എണ്ണം ഒരേ സൈസിലുള്ളത്, പിന്നെ ഏറ്റവും ചെറിയ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഏറ്റവും വലുത് 20 സെൻറ്റിമീറ്റർ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ 2 എണ്ണം 16 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളത്. ഈ ഒരേപോലെ 2 എണ്ണം കട്ട് ചെയ്തിട്ടില്ലേ, അതിലത്തെ ഒരെണ്ണം നമ്മൾ ആദ്യം എടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ തിരിച്ചു പിടിക്കാം. അതിനുശേഷം താഴെ നിന്ന് മേലെ നിന്ന് ഇങ്ങനെ നടുക്കിലേക്ക് മടക്കി കൊടുക്കുക. അതിൻ്റെ കറക്റ്റ് നടുഭാഗം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഗ്ലൂ ഗൺ ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ തുന്നി കൊടുത്താലും മതിയാവും കേട്ടോ. വീണ്ടും ഗ്ലൂ ആക്കിയിട്ട് മേലെ നിന്ന് നടുക്കിലേക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഞൊറികൾ എടുത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് 2-3 വട്ടം ഇങ്ങനെ മടക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാനൊരു നൂല് യൂസ് ചെയ്ത് നന്നായിട്ട് ഇത് ടൈറ്റ് ചെയ്ത് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഗ്ലൂഗൺ ഇല്ലാത്തവരുണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ സൂചി നൂലും വെച്ച് തുന്നി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് തുന്നി കൊടുത്താൽ മതിയാവും. ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ സെയിം സൈസിലുള്ള ഒരു റിബണും കൂടി ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തും നമ്മൾ ഇതേപോലെ ബോ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഞാനത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഒരെണ്ണത്തിൻ്റെ നടുക്കിൽ സൈഡിലായിട്ട് ഇതേപോലെ ഗ്ലൂ ആക്കി കൊടുക്കുക. അടുത്തൊരെണ്ണം ചേർത്ത് വെച്ച് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നീളം കൂടിയ സാറ്റിൻ റിബൺ എടുക്കുക. അതും നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നടുക്കിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നടുക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. മേലേന്ന് നടുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ താഴേന്ന് നടുക്കിലേക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ പിടിച്ച് കുറച്ച് ഗ്ലൂ ആക്കി ഈ ഒരു രീതിയിലാണ് മടക്കി ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നടുക്കിലായിട്ട് നന്നായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ച് നൂല് വെച്ചിട്ട് ഞാൻ മുമ്പ് ചെയ്ത പോലെ തന്നെ ചുറ്റി വെച്ച് ഇങ്ങനെ ലാസ്റ്റ് വരുന്ന ഭാഗം നമുക്ക് കെട്ടിക്കൊടുക്കുക. അതല്ലെങ്കിൽ ഇതേപോലെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബോ ഉണ്ടല്ലോ, അതിൻ്റെ നടുക്കിലായിട്ട് ഗ്ലൂ ആക്കി ഇപ്പോൾ ഉണ്ടാക്കി വലിയൊരെണ്ണം ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഏറ്റവും ചെറിയ സാറ്റിൻ റിബൺ എടുക്കുക. ഇത് ഇതേപോലെ തിരിച്ച് പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് നടുക്കിലേക്ക് ഇങ്ങനെ മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മറ്റേ സൈഡ് ഒട്ടിക്കുമ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ താഴെ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ താഴെ ഒട്ടിച്ചിട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം നമ്മൾ മേൽഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ഒട്ടിച്ചെടുക്കുക. ഇതിൽ കാണുന്ന പോലെ തന്നെ അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നടുക്കിലായിട്ട് ഒരു ട്വിസ്റ്റ് ചെയ്ത് വെച്ച് ഒട്ടിച്ച പോലെ നമുക്ക് തോന്നും. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നടുഭാഗം നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിത് നമ്മളുടെ ബോയിൻ്റെ നടുക്കിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ വെച്ച് ഇത് തിരിച്ച് പിടിച്ച് ബാക്ക് സൈഡിൽ നമ്മൾ ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഗ്ലൂ ഗൺ ഉള്ള കാരണം ഞാനിതെല്ലാം ഗ്ലൂ വെച്ചിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് ഗ്ലൂ ഗൺ ഇല്ലയെന്ന് വെച്ചാൽ കൈവച്ച് തുന്നി നമുക്കിതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇങ്ങനെയുള്ള ക്ലിപ്പിൻ്റെ ആ ഒരു ബേസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഇല്ലയെന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെയുള്ള ടിക് ടാക് ക്ലിപ്പ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താൽ മതി. അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഈ ക്ലിപ്പിൻ്റെ നടുഭാഗം നമ്മൾ ഈ ബോയിൽ ചേർത്ത് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു 2 സെക്കൻഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇത് നന്നായിട്ട് ഒട്ടിക്കിട്ടും. അങ്ങനെ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ വേറെ കളറിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഈ 2 എണ്ണമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതേപോലെയൊക്കെ സെറ്റാക്കി നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റായിട്ടും കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുനോക്കാനായിട്ട് പറയുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിന്ന് പോവാണ്. വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്